ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് കാശിക്കുട്ടനാണ് കേട്ടോ ഇൻട്രോ. അപ്പം നമ്മൾ പോകുന്ന മേപ്പാടിക്കാണ് കേട്ടോ. ഞാനും അമ്മയും രാഹുലും ഒക്കെ ഉണ്ട്. കണ്ടോ മേപ്പാടിൻ്റെ ഒരു ഭംഗി എന്താ അല്ലേ. ശരിക്കും അതൊരു കുന്നും പ്രദേശമായതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. നമ്മളിവിടെ ഒരു മാമൻ്റെ അടുത്ത് വന്നു കേട്ടോ. നമ്മുടെ അമ്മമ്മേനെ കാണാൻ വേണ്ടി വന്നതാണ്. അതാണ് നമ്മുടെ അമ്മമ്മ കേട്ടോ. ഇത് നമ്മുടെ മാമൻ, അങ്ങനെ ശിവമാമനാട്ടോ അത്. അങ്ങനെ മാമൻ പറഞ്ഞു നമ്മളിവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, നല്ല അടിപൊളി, നല്ല പ്രകൃതിരമണീയമായ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നമ്മൾ സാഹസമൊക്കെ കാണിച്ച് പോകണം. മഴയൊക്കെ ആയതുകൊണ്ടാണ് ആ ഒരു അവസ്ഥയിലിരിക്കുന്നത് കേട്ടോ. ചെടിയും കാര്യങ്ങളൊക്കെ മഴയല്ലേ. അപ്പോൾ നമ്മളിതാ ഒരു വീടിൻ്റെ മുൻവശത്തൂടെയാണ് പോകുന്നത്. അവിടെ ആരുമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പറയുന്ന പുഴുണ്ട്, പുഴു കാരണം ഒരു അട്ടയുണ്ട് നമ്മുടെ മേത്ത് കയറി ചോര കുടിക്കുന്ന അട്ട, അറിയായിരിക്കും എല്ലാവർക്കും. അങ്ങനെ അതിനെ പേടിച്ചാണ് പോകുന്നത്. അങ്ങനെ മാമൻ്റെ ഷൂ നനയൊന്നും പറഞ്ഞ് ഞാൻ കാശിക്കുട്ടിനെ എടുത്ത് ഞാനങ്ങ് പോവാം കേട്ടോ. ഇത് രസാലേ, വെള്ളച്ചാട്ടം കാണാൻ അടിപൊളി ഒരു വൈബാണ് കേട്ടോ. അങ്ങനെ ഞാനും കാശിക്കുട്ടനും വെള്ളത്തിലേക്ക് ഇറങ്ങി. നമുക്ക് എന്ത് നനയാനല്ലേ. എനിക്കും കാശിക്കുട്ടനും വെള്ളം കണ്ട ഒരു ഹരാണ് കേട്ടോ. കാശിക്ക് പ്രത്യേകിച്ച് കണ്ടോ, വെള്ളം കണ്ടപ്പോൾ അവന് ചാടണം, കുളിക്കണം, തണുപ്പോ ഒന്നുമില്ല. ഇത് മലമ്പ്രദേശം ആയതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയും വെള്ളത്തിൽ കയറി നിൽപ്പായി, മാമൻ മടി പിടിച്ച് അവിടെ നിൽക്കുകയാണ്. ഇതാ രാഹുലേട്ടൻ, ഞങ്ങളെയും കാണിക്കണ്ടേ. അങ്ങനെ നല്ല ശുദ്ധമായ വെള്ളം ഒഴുകി വരുന്നതാണ് കേട്ടോ. ഇതിലൊരു മാലിന്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല വെള്ളമാണ്, നല്ല രസമുണ്ട്. ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ. ആ ഒരു ഏരിയ ഫുള്ള് കുറച്ച് തണുപ്പും കാര്യങ്ങളും. റേഞ്ചൊന്നും കിട്ടൂല കേട്ടോ, കാരണം മലമ്പ്രദേശമായിട്ട് റേഞ്ച് കുറവായിരിക്കുമല്ലോ പൊതുവേ. അങ്ങനെ നല്ലൊരു സ്ഥലം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലം. അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ ടൈമിൽ വന്നത് അവിടെ. ഇത് നോക്ക്, ഈ അട്ടയാണ് ഞാൻ പറഞ്ഞത് കാലേ കയറി ചോര കുടിക്കുന്നത്. അങ്ങനെ എൻ്റെ കാലേ കയറി ഗൈസ്. അങ്ങനെ നമ്മൾ മാമന് ഡാറ്റയും പറഞ്ഞ് നമ്മൾ പോന്നു കേട്ടോ. പിന്നെ നമുക്കറിയാവുന്ന ഒരു ചേട്ടൻ്റെ കടയിൽ പോയി നമ്മളൊരു ചായയൊക്കെ കുടിച്ചിറങ്ങിയേ. ഇവിടെയാണ് അനുഗ്രഹ ധ്യാന കേന്ദ്രം. ഇത് അറിയാത്തവരായിട്ട് ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. നമ്മൾ പോയിട്ടോ, എൻ്റെ അമ്മയൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇവിടുത്തെ മാത്യു അച്ഛൻ പിന്നെ ഭയങ്കര ഫേമസ് ആണല്ലോ, എല്ലാവർക്കും അറിയാം. അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അങ്ങനെ നമ്മളും അവിടെ പ്രാർത്ഥിച്ചത് നേരെ തിരിച്ച് വീട്ടിലേക്ക്. ബൈ ഫ്രം എയർസ് വ്ലോഗ്.